കൺഫേം യുവർ കോളിംഗ്. നിങ്ങളുടെ വിളിയെ നിങ്ങൾ ഉറപ്പാക്കുക. ദൈവശബ്ദത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 2-ാം വാക്യം. അന്ത്യോക്യ സഭയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പൗലൂസിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി എനിക്കായി വേർതിരിപ്പീനെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞു. മിഷൻ വിത്ത് കോളിംഗ്. വിളിയോട് കൂടെയുള്ള ദൈവത്തിൻ്റെ വേല. മിഷൻ വിത്ത് കോളിംഗ്. ഞാൻ ഈ സന്ദേശം നൂറുകണക്കിന് സ്ഥലങ്ങളിൽ ഡിസൈപ്പിൾഷിപ്പ് സെമിനാർ നടക്കുന്ന സമയത്ത് ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്. പോൾസ് മിഷൻ ജേണിയെക്കുറിച്ചുള്ള ബുക്ക് ഓഫ് ആക്ട്സിൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമ്മുടെ സ്കൂൾ ഓഫ് ആക്ട്സ് നടക്കുമ്പോൾ വിളിയുടെ ആഴം എന്താണെന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. നമ്മുടെ വിളി നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. നമ്മുടെ വിളി തിരിച്ചറിഞ്ഞില്ല എങ്കിൽ വിളിയോട് കണക്റ്റഡ് ആയിട്ടുള്ളത് മാത്രം ചെയ്തു പോകാനേ നമ്മിൽ പലർക്കും കഴിയുകയുള്ളൂ. വിളിയോട് കണക്റ്റഡ് ആയിട്ടുള്ളത് മാത്രം ചെയ്ത് ജീവിതം തീർക്കാനല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകുന്നത്. കറക്റ്റ് വിളി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്കായി വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. വേല ചെയ്യാത്ത ഒരാളോട് നിങ്ങൾ വേലയ്ക്ക് ഇറങ്ങണം, കർത്താവ് നിങ്ങളെ വേലയ്ക്ക് വിളിച്ചിരിക്കുകയാ, കർത്താവ് നിങ്ങളെ യൂസ് ചെയ്യും എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ ശൗലും ബർന്നബാസും കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. ഓൾറെഡി അവർ കർത്തൃവേലയിലാണ്. എന്ന് വെച്ചാൽ 9-ാമത്തെ അധ്യായത്തിൽ കർത്താവിനെ കണ്ടതിന് ശേഷം ദമസ്കോസിൽ വെച്ച് അനന്യാസിന്റെ സ്പർശനത്താൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് താൻ തിരിച്ച് ജെറുസലേമിൽ വന്നതിന് ശേഷം ബൈബിൾ പറയുന്ന പ്രസ്താവനകൾ ഇങ്ങനെയാ. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് യഹൂദന്മാരെ മിണ്ടാതാക്കി. പള്ളികളിൽ യേശുവിനെ താൻ പ്രസംഗിക്കാൻ തുടങ്ങി. ദൈവവചനം പറയുന്നു. അന്ന് മുതൽ താൻ തൻ്റെ ശുശ്രൂഷ വളരെ ശക്തിയോടെ ചെയ്യുകയാണ്. അതുകൊണ്ട് റോമാലേഖനം 15:19 ഞാൻ യെരൂശലേം മുതൽ തുടങ്ങി എന്ന് പൗലൂസ് പറയാൻ കാര്യം. യെരൂശലേം മുതൽ ഇല്ലിരിക്കം ദേശം വരെ ചുറ്റി സഞ്ചരിച്ച് ഞാൻ സുവിശേഷ ഘോഷണം പൂർത്തീകരിച്ചിരിക്കുന്നു. പൗലൂസ് പറയുന്ന പ്രസ്താവനകൾ ശക്തമാണ്. എന്നാൽ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു, അങ്ങനെ ബർന്നബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ചതിന് ശേഷം മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടി യെരൂശലേം വിട്ട് മടങ്ങിപ്പോന്നു. ഇതാണ് 12-ാം അധ്യായം അവസാനത്തെ വാക്യം. അവർ ശുശ്രൂഷ നിവർത്തിച്ചതിന് ശേഷം അവർ മർക്കോസിനെ കൂട്ടി യെരൂശലേം വിട്ട് മടങ്ങിപ്പോരുകയാണ്. അപ്പോൾ ഓൾറെഡി അവർ മിനിസ്ട്രിയിലാണ്. അവർ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശക്തമായി കർത്താവിനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ അന്ത്യോക്യയിൽ ചെന്നപ്പോൾ സഭയിൽ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുകയാണ്. അവിടെ ടീച്ചേഴ്സ് ഉണ്ട്, പ്രോഫറ്റ്സ് ഉണ്ട്. 5 ഫോൾഡ് മിനിസ്ട്രീസിലെ പലരും അവിടെ ഒന്നിച്ചിരുന്ന് ഫാസ്റ്റ് ചെയ്യുന്ന സമയം പെട്ടെന്ന് പ്രോഫറ്റ്സിൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ ആലോചന, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്കായി വേർതിരിപ്പീനെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇതുവരെ വേല ചെയ്തുകൊണ്ടിരുന്നവർ, ഇതുവരെ ശുശ്രൂഷ നിർവഹിച്ചു കൊണ്ടിരുന്നവർ, ഇതുവരെ യേശുവിനെ പ്രസംഗിച്ചു കൊണ്ടിരുന്നവർ യെരൂശലേമിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് വരുന്നത് തന്നെ ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ്. എന്നാൽ അവർ കർത്താവിൻ്റെ വചനം അറിയിച്ച് ശുശ്രൂഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാ, ഇതുവരെ ചെയ്തത് നല്ലതാണ്, ഇതുവരെ ചെയ്തത് ശക്തിയാണ്, ഇതുവരെ ചെയ്തത് ദൈവനിയോഗമാണ്. എന്നാൽ ഇനി ചെയ്യാൻ പോകുന്നത് ഇതുവരെ ചെയ്തതല്ല, ഇതുവരെ ചെയ്തതുപോലെയുമല്ല, അതിനേക്കാൾ ശക്തമായൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഞാൻ നിങ്ങളെ കോൾ ചെയ്യുക, ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. അതെ, കൺഫേം യുവർ കോളിംഗ്. കർത്തൃദാസന്മാരെ, അഭിഷിക്തന്മാരെ, ദൈവമക്കളെ, നമുക്ക് പ്രസംഗിക്കാൻ വേദി കർത്താവ് നൽകുന്നുണ്ട്. ശുശ്രൂഷിക്കുവാൻ സഭകൾ കർത്താവ് നമുക്ക് തുറന്ന് നൽകുന്നുണ്ട്. ജസ്റ്റ് ഒരു സെക്കൻഡ് 13:2 വായിച്ചതിന് ശേഷം ഇതാണോ എൻ്റെ കോളിംഗ്, ഇതാണോ എൻ്റെ വിളി, ഇതിനു വേണ്ടിയാണോ ദൈവം എന്നെ വിളിച്ചത് എന്ന് ഒന്ന് ചിന്തിക്കുവാൻ ആരെങ്കിലും മനസ്സ് വെക്കുന്നുവെങ്കിൽ ആമേൻ, അവരുടെ വിളി അവർക്ക് ദൈവം കൺഫേം ചെയ്ത് കൊടുക്കുവാനിടയായി തീരും. അതെ, വിളി തിരിച്ചറിയുവാനുള്ള 3 പ്രധാനപ്പെട്ട ചാലകങ്ങളുണ്ട്. 1, സ്വപ്നങ്ങളിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ വിളി തിരിച്ചറിയാം. 2, ദർശനങ്ങളിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ വിളി തിരിച്ചറിയാം. 3, പ്രവചനത്തിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ വിളി തിരിച്ചറിയാൻ കഴിയും. ഈ 3 ചാലകങ്ങൾ വിളി തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നതാണ്. 1 സ്വപ്നങ്ങൾ, 2 ദർശനങ്ങൾ. ഇത് രണ്ടും പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് നമുക്ക് നൽകുന്നതാണ്. ന്യൂ ടെസ്റ്റമെന്റിൽ സ്വപ്നങ്ങളെക്കാൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യുവാനുള്ളത് ദർശനങ്ങളെയാണ്. നമ്മുടെ ദർശനങ്ങൾ മുഖാന്തരം, നമ്മുടെ സ്വപ്നങ്ങൾ മുഖാന്തരം
നമുക്ക് നമ്മുടെ വിളി തിരിച്ചറിയുവാൻ കഴിയും. അതെ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലല്ല, നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒക്കെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംവാദിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ, സ്വപ്നത്തിൽ കൂടി ദർശനങ്ങളിൽ കൂടി ഒക്കെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. തിരിച്ചറിയുക. എന്നാൽ മൂന്നാമതൊരു വ്യക്തിയിൽ കൂടി, പ്രോഫിറ്റ്സിൽ കൂടി, പ്രവചനത്താൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കോള് നിങ്ങൾക്ക് കൺഫേം ചെയ്ത് തരികയാണ്. എന്തിനാ ഞാൻ ഇതെല്ലാം ഇത്രയും വിശദീകരിക്കുന്നതെന്നറിയാമോ? പ്ലീസ് കൺഫേം യുവർ കോളിംഗ്. നിങ്ങളുടെ കോള് നിങ്ങൾ കൺഫേം ചെയ്തില്ല എങ്കിൽ കർത്താവിന്റെ വരവ് കഴിയുമ്പോൾ പ്രതിഫല വിഭജനത്തിന്റെ സമയം നമുക്കൊരിക്കലും കർത്താവിന്റെ ആലോചനയ്ക്ക് അനുസരിച്ച് നീങ്ങിയതിന്റെ നന്മ, റിസൾട്ട്, അക്കൗണ്ട് കർത്താവിന് കൊടുക്കുവാൻ നമുക്ക് കഴിയില്ല. ഇവിടെ നാം ഓക്കെയാണ്, ഇവിടെ നമുക്ക് നമ്മൾ ജസ്റ്റ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതി. പക്ഷെ അവിടെ നമുക്ക് റിപ്പോർട്ടല്ല, നമുക്ക് അവിടെ കണക്ക് കൊടുത്തേ മതിയാകുകയുള്ളൂ. നമ്മൾ അവിടെ അക്കൗണ്ട് കൊടുത്തേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളിൽ കൂടി, ദർശനങ്ങളിൽ കൂടി, പ്രവചനത്തിൽ കൂടി നിങ്ങൾ നിങ്ങളുടെ വിളിയെ ദയവായി തിരിച്ചറിയുക. നമ്മുടെ വിളി നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ശൗലിന്റെ ബർന്നബാസിന്റെ മിനിസ്ട്രി നിങ്ങൾ നോക്കിക്കേ. അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ സെലൂക്കിയയിലേക്ക് അയക്കുന്നു, അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് സൈപ്രസിലേക്ക് അയക്കുന്നു, അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് സലമീസിലേക്ക് അയക്കുന്നു, അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് പാഫോസിലേക്ക് അയക്കുന്നു, അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് പംഫുല്യായിലേക്ക് അയക്കുന്നു, പംഫുല്യായിൽ നിന്ന് പിസിദ്യ അന്ത്യോക്യയിലേക്ക് പോകുന്നു, പിസിദ്യ അന്ത്യോക്യയിൽ നിന്ന് ഇക്കോന്യയിലേക്ക് പോകുന്നു, ഇക്കോന്യായിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ ലുസ്ത്രായിലേക്ക് അയക്കുന്നു, ലുസ്ത്രായിൽ നിന്ന് അവർ ദർബയിലേക്ക് പോകുന്നു. ഇതൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ ഈസിയാണ്, എനിക്ക് പറയാനും ഈസിയാണ്. പക്ഷേ ഓരോ സ്ഥലങ്ങളിൽ കുറച്ച് നാളുകൾ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്ത് എത്ര ശക്തമായി മൂവ് ചെയ്യുന്ന ഒരു അപ്പസ്റ്റോളിക് ടീമിനെ നമുക്ക് 13-ാം അധ്യായം മുതൽ കാണുവാൻ കഴിയും. ഇന്നലെ രാത്രി ഇവിടെ മണാലിയിൽ നടന്ന മീറ്റിംഗിൽ പലരും പലരുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുവാനുള്ള സെഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ചോദിച്ചൊരു ചോദ്യം, അസാധാരണമായൊരു ചോദ്യം. ഒരു സിസ്റ്റർ ചോദിക്കുകയാണ്, അപ്പസ്റ്റോളിക് മിനിസ്ട്രിയുടെ ഏറ്റവും ഗ്രേറ്റ് മിഷൻ, ഏറ്റവും ഉയർന്ന വേല ഏതാണ് പാസ്റ്ററെ? ഒരു സെക്കൻഡ് ഞാനൊന്ന് പതറിപ്പോയി ആ ചോദ്യത്തിന്റെ മുമ്പിൽ. വളരെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്കൊരു നിയോഗം തന്ന് ഞാൻ പറഞ്ഞു, അതെ, ഏറ്റവും വലിയ മിനിസ്ട്രിയാണ് മിഷണറി വേല, മിഷണറി വേല, മിഷണറി വേല. കാരണം ഏറ്റവും ഫസ്റ്റ് മിഷണറി, ഫസ്റ്റ് അപ്പോസ്റ്റൽസ് വേറെ ആരുമല്ല, നസറായനായ യേശുവാണ്. ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 1:10 അവൻ സ്വന്തത്തിലേക്ക് വന്നു. പ്രൈസ് ഗോഡ്. സ്വന്തക്കാർ അവന്റെ അടുക്കലേക്ക് പോവല്ല, സ്വന്തത്തിലേക്ക് അവൻ വരികയായിരുന്നു. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 3:1 എബ്രായർ 3:1 ബൈബിൾ പറയുന്നു, യേശു അപ്പോസ്തലനാണ്. എല്ലാ അപ്പോസ്തലന്മാരും മിഷണറിമാരാണ്, എന്നാൽ എല്ലാ മിഷണറിമാരും അപ്പോസ്തലന്മാർ അല്ല. ശ്രദ്ധിക്കുക, എല്ലാ അപ്പോസ്തലന്മാരും മിഷണറിമാരാണ്, എന്നാൽ എല്ലാ മിഷണറിമാരും അപ്പോസ്തലന്മാരല്ല. ഏറ്റവും ഗ്രേറ്റസ്റ്റ് മിഷൻ എന്ന് പറയുന്നത് പോകുക, ഗോ പ്ലസ് പെൽ ഈസ് ഈക്വൽ ടു ഗോസ്പൽ. അതെ, പോയി പറയുന്നതാണ് ഏറ്റവും വലിയ സുവിശേഷത്തിന്റെ മിഷൻ വർക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇത് പറയുവാൻ. നമ്മുടെ അടുക്കിലേക്ക് ജനത്തെ ഒരുമിച്ച് കൂട്ടി നാം ഒരു സോണിലിരുന്ന് ഒരു കൊച്ചു ലോകത്തെ വലിയ രാജാവായിട്ട് ഇങ്ങനെ ജീവിതം ഹോമിച്ച് നമ്മൾക്കൊരു പേഴ്സണലി നമ്മളങ്ങ് ഉയർന്ന് എല്ലാ നിലയിലും ബ്ലസ്ഡ് ആയി അങ്ങനെ ജീവിതം തീർത്തു പോകുന്നത് നല്ല കാര്യം. പക്ഷേ അതിനേക്കാൾ അപ്പുറമായി കറപുരളാത്ത കരവുമായി സർവശക്തനെ സന്ധിക്കുന്നതിനു മുമ്പ് ഈ ഭൂമിയിൽ ചെയ്തു തീർക്കുവാനുള്ള വേല മുഴുവൻ ചെയ്തു തീർത്ത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി ഒടുവിൽ കേൾക്കത്തക്കവണ്ണം ഇവിടെ നമ്മുടെ കോൾ കൺഫേം ചെയ്യുക. ഇവിടെ വിളി കൺഫേം ചെയ്താൽ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ അന്ന് ഒരു വിളി ഉണ്ടാകും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അതുകൊണ്ടാ പോൾ തന്റെ മിനിസ്ട്രി എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം സകല സ്ഥലങ്ങളിലും പോയി വേല ചെയ്തു, വേലക്കാരെ എഴുന്നേൽപ്പിച്ചു, അവരെ അപ്പോയിന്റ് ചെയ്തു. റിസ്കി വേല, ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയുള്ള വേല. പറഞ്ഞു വരുമ്പോൾ ഈസിയാണ്, പക്ഷേ കാൽനടയായി ദിവസങ്ങളോളം നടന്ന് സ്ഥാപിച്ചെടുത്ത സഭകൾ, പ്രൈസ് ഗോഡ്, അതിൻ്റെ അകത്ത് പൊളിറ്റീഷ്യന്മാരില്ല, അതിൻ്റെ അകത്ത് രാഷ്ട്രീയമില്ല, അതിൻ്റെ അകത്ത് കുതികാല് ചവിട്ടുന്നവരില്ല. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ വേല ഒരു യൂണിറ്റിയിൽ നിന്നുകൊണ്ട് എല്ലാവരും ചെയ്യുകയാ. നിഴല് തട്ടി രോഗി സൗഖ്യമാക്കുന്നാകുന്ന പത്രോസും റൂമാല് കൊണ്ട് ആ ഭൂതത്തെ പുറത്താക്കുന്ന പൗലൂസും, പ്രൈസ് ഗോഡ്, ഒന്നും ചെയ്യാൻ പറ്റിയില്ലേലും കുഴപ്പമില്ല, 10 പേരുടെ തല്ല് പൗലൂസ് വാങ്ങുന്നതിനേക്കാൾ മുമ്പ് ഞാൻ അങ്ങ് വാങ്ങിയേക്കാമെന്ന് പറഞ്ഞ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന യാസോനും. അല്ല പ്രിയപ്പെട്ടവരെ, എനിക്ക് ക്യാൻസർ
ലാസറിനൊന്നും സൗഖ്യമാക്കാൻ പറ്റിയില്ലേലും ഓടി നടന്ന് വേല ചെയ്യുന്ന പൗലൂസിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പറ്റിയാൽ ആമേൻ അത് മതി എന്ന് പറയുന്ന ഗായോസും, പ്രൈസ് ഗോഡ്, ഒത്തിരി വേല ചെയ്ത് ഇപ്പൊ എനിക്കെങ്ങും പോകാനൊക്കത്തില്ല എങ്കിലും സാരമില്ല, വേല കഴിഞ്ഞ് വരുന്ന യെരൂശലേമിലേക്ക് എത്തുന്ന മിഷണറി ടീമിനെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിച്ചോളാമെന്ന് പറയുന്ന ഈ ഡിസൈപ്പിൾ, പഴയ ശിഷ്യനും നാസോനും, ഇതൊക്കെയല്ലേ സുവിശേഷത്തെ പരിപോഷിപ്പിച്ചു കൊണ്ടിരുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാ. അവസാനം നീ പറയണം, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. കോള് കൺഫേം ചെയ്തതിന് ശേഷം യേശുവിൻ്റെ വരവിന് താമസമുണ്ടെങ്കിൽ ഈ മണ്ണിൽ നിന്ന് ഇവിടുന്ന് പറന്നു പോകുന്നതിന് മുമ്പ് സഹോദരങ്ങളെ, കോവർക്കേഴ്സിനെ, കുടുംബങ്ങളെ, മക്കളെ, കൊച്ചുമക്കളെ എല്ലാം അടുക്ക വിളിച്ചിട്ട് പറയണം, ദിസ് ഈസ് മൈ സ്റ്റോറി, ദിസ് ഈസ് മൈ സോങ്. അതെ, ഇതാണ് എൻ്റെ കഥ, ഇതാണ് എൻ്റെ പാട്ട്. ഞാൻ എൻ്റെ യേശുവിൻ്റെ ക്രൂശിനെ ഉയർത്തി. പ്രൈസ് ഗോഡ്. ഈ ഭൂമിയിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന മുഴുവൻ സമയങ്ങളും യേശുവിൻ്റെ വേല, ആ വിളി കൺഫേം ചെയ്തുകൊണ്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. നിങ്ങളെ ചതിക്കുന്ന ചതിക്കുഴികളുണ്ട്, മറന്നു പോകരുത്. നിങ്ങളുടെ വിളിയിൽ നിന്ന് നിങ്ങളെ മാറ്റുന്ന ചതിക്കുഴികളുണ്ട്, മറന്നു പോകരുത്. യാക്കോബിനെ അതുപോലൊരു ചതിക്കുഴിയാണ് കാത്തിരുന്നത്. എന്ന് വെച്ചാൽ ഒരു റാഹേലിന് വേണ്ടി ജീവിതം തീർക്കാൻ വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും പിശാച് ഒരുക്കി. 7 വർഷം റാഹേലിന് വേണ്ടി കിട്ടിയത് ലേയ, അടുത്ത 7 വർഷം റാഹേലിന് വേണ്ടി. അങ്ങനെ 14 വർഷം കൊണ്ടൊരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി 14 സംവത്സരം കളഞ്ഞവൻ. പിന്നെ പോയിട്ട് ഒരു 6 വർഷം കൂടി ആ വീട്ടിൽ അടിമപ്പണി ചെയ്തവൻ. 20 വർഷം ലാബാന്റെ മുമ്പിൽ അടിമപ്പണി ചെയ്യുമ്പോൾ, നിന്റെ കോള് നീ കൺഫേം ചെയ്തിട്ടില്ലായിരുന്നു യാക്കോബേ. 20 വർഷം മനുഷ്യനെ സേവിക്കുന്നതിനേക്കാൾ എത്രയോ നന്നായിരുന്നു 10 വർഷം ദൈവത്തെ സേവിക്കുന്നത്. അതേ സഹോദരങ്ങളെ, ഇതിനായിട്ടാണോ യാക്കോബേ ഞാൻ നിന്നെ വിളിച്ചത്? എന്നെ കേൾക്കുന്ന സഹോദര, നിങ്ങൾക്ക് പ്രസംഗിക്കാൻ ഒരു വേദി കിട്ടിക്കാണും. എനിക്കൊത്തിരി വേദി കർത്താവ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ വേദി കൊണ്ട് ഞാൻ ഒതുങ്ങിപ്പോയിരുന്നെങ്കിൽ എനിക്കൊരു മിഷൻ ചെയ്ത് തീർക്കുവാൻ കഴിയുകയില്ല. എൻ്റെ പ്രസംഗങ്ങളെക്കാൾ ദൈവത്തിന് വേണ്ടത് എന്നെയാണ്, എന്നെ മാത്രമാണ്. എന്നെ കർത്താവിന് യൂസ് ചെയ്യാനുള്ള പദ്ധതികൾ ഒരു സ്ഥലത്തല്ല, ഒരു വേദിയിലല്ല. പ്രിയപ്പെട്ടവരെ, സ്റ്റേജ് പെർഫോമൻസ് കണ്ട് നിങ്ങളുടെ കണ്ണും മങ്ങിപ്പോകരുത്. അതല്ല ഒറിജിനാലിറ്റി. അതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിൻ്റെ മിഷൻ വേല ചെയ്യുവാൻ കരുത്തരായ ദൈവമക്കൾ ഈ ഭൂമിയിലുണ്ട്. 1997 ഞാൻ എൻ്റെ മിഷണറി വേല നോർത്ത് ഇന്ത്യയിൽ ആദ്യം ആരംഭിക്കുന്നത്. UP-യിലേക്ക് 97 പോകുമ്പോൾ മംഗള എക്സ്പ്രസിൽ വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത്. കർത്താവേ, എന്നെ ഇവിടെ അയക്കണമേ, എന്നെ ഇവിടെ അയക്കണമേ, എന്നെ ഇവിടെ അയക്കണമേ. കാരണം കർത്താവിൻ്റെ വേല നമുക്ക് ചെയ്തു തീർക്കുവാൻ ഭൂമിയിൽ ദൈവം തന്നൊരു കൊച്ചായുസ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ മണാലിയിൽ ഒരു റൂമിലിരുന്നു കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. എൻ്റെ ഹൃദയം നിറയുന്നുണ്ട്. കാര്യം 3-4 ദിവസം കൊണ്ട് ഒത്തിരി പേരെ ബിൽഡ് ചെയ്യുവാൻ, ശക്തീകരിക്കുവാൻ, വേലയിൽ ശക്തിപ്പെടുത്തുവാൻ കണ്ണുനീരോടുകൂടെ അവർ ആത്മതപനം ചെയ്ത് ദൈവത്തിലേക്ക് മടങ്ങി വരുന്നത് കാണാനുള്ള കൃപ കർത്താവ് എനിക്ക് നൽകി. ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുക. കൺഫേം യുവർ കോളിംഗ്. ആമേൻ, ആമേൻ. ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിച്ചതുപോലെ ദൈവം നമ്മളെ വേർതിരിക്കുകയാ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിളി ഉറപ്പിക്കുവാനുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ. അതിനായി ഞങ്ങളെ സമസ്തം സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.